ഹായ് എവരിവൺ. നമുക്ക് ഈ ലെക്ചറിൽ ഗെറ്റ് ബിറ്റ് എന്നും സെറ്റ് ബിറ്റ് എന്നും പറഞ്ഞ രണ്ട് ഫങ്ഷൻസ് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഗെറ്റ് ബിറ്റ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു നമ്പറും ബിറ്റ് പൊസിഷനും തന്നിട്ടുണ്ടാവും. ഈ നമ്പറിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. ഇവിടെ 12 ആണ്. അതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 1100 ആണ്. i = 2, ബിറ്റ് പൊസിഷൻ 2 ആണ്. എന്ന് വെച്ചാൽ ഇത് 0th പൊസിഷനാണ്, ഇത് ഫസ്റ്റ് പൊസിഷനാണ്, ഇത് സെക്കൻഡ് പൊസിഷനാണ്. അങ്ങനെ നമുക്ക് 8th പൊസിഷൻ കിട്ടി. ഈ ഗെറ്റ് ബിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ 8th പൊസിഷനിൽ ഉള്ള ബിറ്റ് ഏതാന്ന് റിട്ടേൺ ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുക, ഈ നമ്പറിനെ ആദ്യം നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും i ടൈംസ് 1100 റൈറ്റ് ഷിഫ്റ്റ് 2. അത് എത്രയാ? അത് നമുക്ക് 11 എന്ന് കിട്ടും. എന്നിട്ട് ഇതിനെ നമ്മൾ 1 ആൻഡ് ചെയ്യും. 1 and 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 and 0 അത് 0 ആണ്. അങ്ങനെ നമുക്ക് 8th ബിറ്റിൽ 1 ആണ് ഉള്ളതെന്ന് മനസ്സിലായി. ഇവിടെ നോക്കിയാൽ ഈ ബിറ്റിൽ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ 1 എന്ന് കിട്ടി. നമ്മുടെ പ്രോസസ് എന്തായിരുന്നു? ആദ്യം നമ്പറിനെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും i ടൈംസ് ആൻഡ് 1. ഇത് ചെയ്തപ്പം നമുക്ക് 1 ആണ് കിട്ടുന്നതെങ്കിൽ 8th ബിറ്റിൽ 1 ആണ്. ഇത് ചെയ്യുമ്പം 0 ആണ് കിട്ടുന്നതെങ്കിൽ 8th ബിറ്റിൽ 0 ആണ്. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. ഡെഫ് ഗെറ്റ് ബിറ്റ് നമ്പർ i റിട്ടേൺ നമ്പർ റൈറ്റ് ഷിഫ്റ്റ് i ആൻഡ് 1. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് 1 ആണ്. നമുക്ക് സെറ്റ് ബിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നോക്കാം. ഈ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് ഒരു നമ്പർ പിന്നെ ബിറ്റ് പൊസിഷന് ഒരു വാല്യൂ ആയിരിക്കും മേടിക്കുക. ഈ വാല്യൂവിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. n = 12, i = 0, val = 1. ഈ 12ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ അത് 1100 ആണ്. അതിൽ 8th ബിറ്റ് ഇവിടെ ഐയുടെ വാല്യൂ 0 ആണ്. 0th ബിറ്റ് അത് 0 ആണ്. നമ്മൾ ഈ സെറ്റ് ബിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ 8th ബിറ്റിലുള്ള വാല്യൂ 1 ആക്കണം. ഇവിടെ 8th ബിറ്റിൽ 0 ആയിരുന്നു. അതിനെ നമുക്ക് 1 ആക്കണം. അന്നേരം നമുക്ക് 1101 എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ 13 ആണ്. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ 13 എന്ന് കിട്ടും. n = 12, i = 2, val = 0. 8th ബിറ്റിനെ നമുക്ക് 0 ആക്കണം. ഇവിടെ ഐയുടെ വാല്യൂ 2 ആണ്. അന്നേരം സെക്കൻഡ് ബിറ്റ് അത് 1 ആണ്. അതിനെ 0 ആക്കണം. അങ്ങനെ നമുക്ക് 1000 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് വാല്യൂ 1 വരുന്ന കേസ് നോക്കാം. നമുക്കിവിടെ 8th ബിറ്റിനെ 1 ആക്കണം. ഇവിടുത്തെ നമ്പർ 1100 ആണ്. ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ 0th ബിറ്റിനെയാണ് നമുക്ക് 1 ആക്കേണ്ടത്. നമുക്കറിയാം ഏതൊരു ബിറ്റിനെയും 1 ഓർ ചെയ്താൽ 1 ആയിരിക്കും. അന്നേരം നമുക്കിവിടെ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ മാസ്കിൽ 8th ബിറ്റ് മാത്രം 1 ആയിരിക്കും. ബാക്കിയുള്ള ബിറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ഇവിടെ ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് 0th ബിറ്റ് 1 ആണ്. ബാക്കിയുള്ള ബിറ്റ്സ് എല്ലാം 0 ആണ്.
ഇതുമായിട്ട് നമ്മൾ ഓർ ചെയ്യും നമ്പറിനെ. 0 or 1 അത് 1 ആണ്. 0 or 0 അത് 0 ആണ്. 1 or 0 1, 1 or 0 1. അങ്ങനെ നമുക്ക് 1 1 0 1 എന്ന് കിട്ടി. ഇനി ഈ മാസ്ക് എങ്ങനെയായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? 1 ലെഫ്റ്റ് ഷിഫ്റ്റ് I. അങ്ങനെ നമുക്ക് ഈ മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്പർ ഓർ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് I. ith ബിറ്റിനെ 1 ആക്കണമെങ്കിൽ നമ്മുടെ നമ്പറിനെ നമ്മൾ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് I ആയിട്ട് ഓർ ചെയ്യും. നമുക്കിനി വാല്യൂ 0 വരുന്ന കേസ് നോക്കാം. നമ്മൾ ith ബിറ്റിനെ 0 ആക്കണം. നമുക്കറിയാം ഏതൊരു ബിറ്റിനെയും 0 ആയിട്ട് ആൻഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടുമെന്ന്. ഈ ഒരു ഐഡിയ ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. 1 1 0 0 അതിയുടെ വാല്യൂ 2 ആണ്. ഈ 1നെ മാറ്റി 0 ആക്കണം. ith ബിറ്റ് മാത്രം 0 വരുന്ന ഒരു മാസ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ബിറ്റ്സ് എല്ലാം 1 ആയിരിക്കും. ഇവിടെ ഐയുടെ വാല്യൂ 2 ആയതുകൊണ്ട് സെക്കൻഡ് ബിറ്റ് 0, ബാക്കിയുള്ളതെല്ലാം 1. ഈ മാസ്കുമായിട്ട് ആൻഡ് ചെയ്യുമ്പോൾ 0 and 1, 0 0 and 1 0, 1 and 0 0, 1 and 1 1. അങ്ങനെ നമുക്ക് ഇവിടെ സെക്കൻഡ് ബിറ്റ് 0 ആയിട്ട് കിട്ടി. ഇവിടെ നോക്കുവാണേ സെക്കൻഡ് ബിറ്റ് 1 ആയിരുന്നു. ഈ മാസ്കുമായിട്ട് ആൻഡ് ചെയ്തപ്പോൾ നമുക്ക് ആ സെക്കൻഡ് ബിറ്റിൽ 0 കിട്ടി. ഈ മാസ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. 1 ലെഫ്റ്റ് ഷിഫ്റ്റ് I ചെയ്യും. അതെത്രയാ? ഇവിടെ 2 ആയിരുന്നു ഐയുടെ വാല്യൂ. അന്നേരം നമുക്ക് 1 0 0 എന്ന് കിട്ടും. ഒരു 0 കൂടി ഫ്രണ്ടിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ നെഗേഷൻ എടുക്കുക. അന്നേരം നമുക്ക് 1 0 1 1 എന്ന് കിട്ടും. ഇതിലുള്ള ബിറ്റ്സിനെ എല്ലാം നമ്മൾ ഇൻവേർട്ട് ചെയ്തു അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്തു. നെഗേഷൻ ഉപയോഗിച്ചപ്പോൾ 0 1 ആയി, 1 0 ആയി, 0 1 ആയി, ഈ 0യും 1 ആയി. അങ്ങനെ നമുക്ക് ഈ മാസ്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. മാസ്ക് എങ്ങനെ കിട്ടിയേ? നെഗേഷൻ ഓഫ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് I. നമ്പർ ആൻഡ് നെഗേഷൻ ഓഫ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് I. ith ബിറ്റിനെ 0 ആക്കും. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. def set bit number I val. If val equal to 1, return 1 left shift I or number. Else return negation of 1 left shift I and number. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് 1 ആണ്. ആൽഗോസെയിലിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഈ കോഴ്സിന് വേണ്ട സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.